ഐസ്ക്രീംസ് ആണ് കേട്ടോ. ഇത് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി മാത്രം ഐസ്ക്രീംസ് ആണ് നമ്മുടെ മുന്നിലുള്ളത്. അപ്പൊ ഇത് നമ്മൾ കഴിക്കാൻ പോകുന്ന പല ബ്രാൻഡ്സിന്റെ പല വെറൈറ്റി ഫ്ലേവേഴ്സിൽ പല വെറൈറ്റി ഐസ്ക്രീംസ് ആണ്. നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ബ്രാൻഡ്സ് ആണ് കേട്ടോ ഇതൊക്കെ. അത് കൂടാതെ നമ്മൾ ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നത് ലഞ്ചിന് വേണ്ടിയിട്ടാട്ടോ. അപ്പൊ ലഞ്ചിന് നമ്മൾ പുറത്ത് പോയിട്ടാണ് കഴിക്കാൻ പോകുന്നത്. ഈവനിങ് ചിലപ്പോൾ പുറത്തുനിന്നായിരിക്കും, കാര്യം വെറൈറ്റി എവിടെ കിട്ടുന്ന അവിടെ നിന്നായിരിക്കും നമ്മൾ കഴിക്കുക. ലഞ്ച് നല്ല അടിപൊളി വെറൈറ്റി ആയിരിക്കുമോ? നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുക, ഞങ്ങൾ തന്നെ വെയിറ്റ് ചെയ്തിരിക്കുക. ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പൊ ഈ കാണുന്നത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി മാത്രമുള്ള ഐസ്ക്രീംസ് ആണ്. അപ്പൊ ബാസ്കിൻ റോബിൻസ് നമ്മൾ എടുത്തിട്ടുണ്ട്. മെറിബോന്റെ കസാട്ട ഉണ്ട്, മെറിബോന്റെ പല ഫ്ലേവേഴ്സിലുള്ള ഐസ്ക്രീം ഉണ്ട്, കുൽഫി ഉണ്ട്, ചോക്കോബാർ ഉണ്ട്, ലാസ ഉണ്ട്. അതിനു മുന്നേ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിലേക്ക് കിടക്കാം. അപ്പൊ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് തുടങ്ങുന്നത് ബാസ്കിൻ റോബിൻസും മെറിബോയിന്നുമാണ്. മെറിബോയിന്റെ പിസ്തയും പിന്നെ ബട്ടർ സ്കോച്ചും ബ്ലാക്ക് കറന്റ് ഉണ്ട്, പിന്നെ ബാസ്കിൻ റോബിൻസിന്റെ സ്ട്രോബെറി ആണ് നമ്മൾ എടുത്തത്. അങ്ങനെ 4 ഫ്ലേവേഴ്സ് ആണ്. അപ്പൊ നമുക്ക് വേഗം ബ്രേക്ക്ഫാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. നല്ല വിശപ്പുണ്ട് ഗൈസ്. അപ്പൊ നമുക്ക് ആദ്യം ബാസ്കിൻ റോബിൻസ് തുടങ്ങാം. അപ്പൊ നമുക്ക് ബാസ്കിൻ റോബിൻസിന്റെ സ്ട്രോബെറി കുറച്ച് ഇൻട്രോ ഒക്കെ എടുക്കുമ്പോഴത്തേക്ക് അലിഞ്ഞു പോയിട്ടുണ്ട് കുറച്ച്. പക്ഷെ എന്നാലും കാണുമ്പോൾ നല്ല റിച്ച് ആണ് കേട്ടോ. ഇതിൽ സ്ട്രോബെറിന്റെ പീസസ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ ഞാൻ ആദ്യം ഒരു സ്കൂപ്പ് എടുക്കണ്ടേ. ആ സ്കൂപ്പ് എനിക്ക് തരുന്നു. ഇതില് കുറെ സ്ട്രോബെറിന്റെ പീസസ് ഒക്കെ ഉണ്ട് കേട്ടോ. അലിഞ്ഞ് പോയിട്ടാണ് ഇത് വീഴുന്നില്ല. ഞാൻ നല്ല അടിപൊളി 2 സ്കൂപ്പ് എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മള് ഈ സ്ട്രോബെറി ഐസ്ക്രീം എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ മുകളിലേക്ക് നമുക്ക് പിസ്ത ഇടാം കേട്ടോ. നല്ല കളർഫുൾ ആയിരിക്കും. അപ്പൊ നമ്മള് മെറിബോയിന്റെ പിസ്ത ഐസ്ക്രീം ആണ് എടുത്തിട്ടുള്ളത്. ഇതില് മേലെ നല്ല നട്ട്സ് ഒക്കെ ഉണ്ട് കേട്ടോ. അത് അതാണ് ഗൈസിന്റെ ഏറ്റവും ഫേവറേറ്റ്. നട്ട്സ് ഒന്നും വീണില്ല, ഭാഗ്യം. ഓരോന്നിനും ഓരോരോ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ, ഓരോ ബ്രാൻഡ് അല്ലേ. അത് ഗൈസ് അപ്പൊ ബ്ലാക്ക് കറന്റ് ആണ് എടുക്കുന്നത്. വാവ്, ബ്ലാക്ക് കറന്റ് ഒന്നും ആയിട്ടില്ല കേട്ടോ. ഇനി അടുത്തതുള്ളത് ബട്ടർ സ്കോച്ച് ആണ്. ബട്ടർ സ്കോച്ച് എന്റെ ഫേവറേറ്റ് ആണ്. എന്റെ ഫേവറേറ്റ് ആണ്. ടോപ്പിൽ നല്ല ഡെക്കറേഷൻ ഉണ്ട്. ഭാഗ്യത്തിന് ഒരു മുകളിലുള്ളതൊക്കെ അവിടെ കുറച്ച് വെച്ചിട്ടുണ്ട്. എല്ലാവരും ഫില്ലായിട്ടോ. എന്റെ ബൗള് മൊത്തം ഫില്ലായി. എന്റെ ഫില്ലായിട്ടില്ല, ഞാൻ അധികം എടുത്തിട്ടില്ല. കുറച്ച് ഓരോ സ്കൂപ്പ് 1 സ്കൂപ്പ് ചെയ്തേ ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ഇനി നമ്മൾ കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. സ്ട്രോബെറി കിഡു കേട്ടോ. ഞാൻ ബാസ്കിൻ റോബിൻസിന്റെ മാത്രം ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. അതങ്ങ് ട്രൈ ചെയ്തപ്പോ ഞാനും അടിപൊളിയാ. അതിന്റെ റിയൽ ടേസ്റ്റ് ആണ് വരുന്ന, ഒരു ചെറിയ പുളിപ്പോട് കൂടിയിട്ട്. സ്ട്രോബെറിയുടെ കറക്റ്റ് റിച്ച് ഫ്ലേവർ. എല്ലാ പ്രാവശ്യം പറയുന്ന പോലെ തന്നെ ഈ ഐസ്ക്രീം കേക്കൊക്കെ ഫസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റിന് മാത്രം കഴിക്കുമ്പോൾ നല്ല രസമാണ്. ഇനി പോയി എന്താവും എന്നറിയില്ല. അപ്പൊ കഴിച്ച് ഞാൻ ആദ്യത്തെ ഒരു ബൗൾ ഫിനിഷ് ചെയ്ത്, എനിക്ക് ബട്ടർ സ്കോച്ച് ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ ഒരു സ്പൂൺ ഈ ഒരൊറ്റ ബൗള് കഴിച്ചപ്പോ തന്നെ വയറ് ഫില്ലായിട്ടോ. നല്ല വിശപ്പുണ്ടായിരുന്നു. ഉള്ളില് നല്ല തണുപ്പുണ്ട് കേട്ടോ. എല്ലാത്തിനും വ്യത്യാസമായിട്ട് ഇപ്പൊ അതാണ്, നല്ല തണുപ്പുണ്ട് ഉള്ളില്. പക്ഷെ നല്ല വയറ് ഫില്ലായിട്ടുണ്ട്. ഇനി കുറച്ച് കഴിഞ്ഞാൽ എന്താ അവസ്ഥ എന്നറിയില്ല. ഞാൻ ഒത്തിരി പിസ്ത കൂടി എടുത്തിട്ടുണ്ട്. അവര് കഴിക്കുന്ന കണ്ടപ്പോൾ കൊതി എത്രയേ ഉള്ളൂ. അപ്പൊ ഇതാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് എടുത്തത്. ഇനി കുറച്ചും കൂടെ വെറൈറ്റി സാധനങ്ങൾ വരാനുണ്ട്. അത് നമ്മൾക്ക് കുറച്ച് നേരം കഴിഞ്ഞിട്ട്, അതായത് നമ്മൾ ലഞ്ചിന് മുന്നേ സ്നാക്കൊക്കെ കഴിക്കുന്ന പോലെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് കഴിക്കാം. അപ്പൊ ഇനി നമ്മൾ അപ്പൊ കാണാം കേട്ടോ. അപ്പൊ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് ലഞ്ചിന് മുന്നേ കഴിക്കാനുള്ള സാധനങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ. കസാട്ടയും ചെറുതായിട്ട് അലിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്റെ അമേരിക്കൻ പാലിന്റെ സ്റ്റിക്ക് ഇങ്ങോട്ട് പോകുന്നുണ്ട്. ഇവിടെ സോസർ വെച്ചോണ്ട് സമാധാനം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചോക്ലേറ്റ്, അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അടിപൊളി. ഓക്കെ, ഞാൻ ഇത് ടെൻഡർ കോക്കനട്ട് എങ്ങനെയാണ് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. കണ്ടിട്ട് നാച്ചുറൽ ആയിട്ട് തോന്നുന്നുണ്ട്. അടിപൊളിയാ. ഞാൻ കസാട്ട ട്രൈ ചെയ്യട്ടെ. അടിപൊളിയാ, നല്ല ടേസ്റ്റ് ഉണ്ട്. 3 ഫ്ലേവർ ബാറ് കടിച്ചെന്ന് അലിഞ്ഞു പോയിട്ടുണ്ട്. ഇത് ഫുൾ സ്റ്റിക്ക് കിട്ടുന്ന സ്പൂണുള്ള സമാധാനം. ഇടയ്ക്കിടയ്ക്ക് ടെൻഡർ കോക്കനട്ടിന്റെ ആ പീസ് ഇങ്ങനെ കടിക്കാൻ കിട്ടുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് നല്ല എണ്ണയാണ്. അഞ്ച് കഴിക്കുന്ന ഭയങ്കര ഡാർക്ക് ചോക്ലേറ്റ് ആണ് കഴിച്ചത്. ഞാനതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. ചോക്ലേറ്റ് കുത്തുന്നത് അതാണ് ഓക്കെ ഇഷ്ടം. എനിക്ക് ഭയങ്കര ഇഷ്ടം, അതുകൊണ്ട് ഇത്തിരി കയ്പാണെങ്കിലും ഞാൻ സഹിക്കും. ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എൻ്റെ പിന്നെ പിസ്ത, സ്ട്രോബെറി, ചോക്ലേറ്റ്, പിന്നെ അതിൻ്റെ കൂടെ നട്ട്സും ഉണ്ട് കേട്ടോ. ഇടയ്ക്ക് ബദാം കഴിക്കാനും കിട്ടുന്നുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഞങ്ങൾ കഴിക്കുന്നത് ഞങ്ങൾ ആരും
ഇങ്ങനെ ഒന്നും കഴിക്കരുതുണ്ട്, അതിന് പനിയൊക്കെ വരും കേട്ടോ. പക്ഷെ ഇവിടെ കാണിച്ച വെറൈറ്റീസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് ഫുള്ള് ചോക്കോ ചിപ്സ് ആട്ടോ കഴിക്കാൻ കിട്ടുന്നത്. ഓരോ ബൈക്കിലും ഓരോ ചോക്കോ ചിപ്സ് കിട്ടും. അപ്പൊ ഞാൻ അടുത്ത ബട്ടർസ്കോച്ചിന് ഒരു കോഡാണ് എടുത്തിട്ടുള്ളത്. പകുതി അലിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. എന്നാലും നമുക്ക് കഴിച്ചു നോക്കാം. എന്റെ ചോക്ലേറ്റിന്റെ കോണാണ് കേട്ടോ. നേരത്തെയും ചോക്ലേറ്റ് ഇപ്പോഴും ചോക്ലേറ്റ്, പക്ഷെ അത് അലിഞ്ഞു പോയി. അതുകൊണ്ട് സ്പൂൺ കൊണ്ട് കഴിക്കേണ്ട. ഞാൻ ഇതുവരെ കസാര കഴിച്ചു നോക്കിയിട്ടില്ല. അപ്പൊ ഞാൻ കസാര കഴിച്ചു നോക്കാൻ പോവാ കേട്ടോ. ഇവര് പിന്നെ 100 ചെയ്ത് തുറന്നുകൊണ്ട് പ്രശ്നമില്ല. അപ്പൊ ഇനിയിപ്പോ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇവിടത്തെ എന്ന് വെച്ചാൽ വീട്ടിനുള്ളിൽ നമ്മൾ കഴിക്കാൻ എടുത്തു വെച്ച സാധനങ്ങളൊക്കെ നമ്മളിപ്പോ ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ബാറാണുള്ളത്. ആ ബാർ ഫുൾ അലിഞ്ഞ് വെള്ളമായിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഇനിയിപ്പോ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉറക്കുകയാണെങ്കിൽ നമുക്ക് ഈവനിങ് കഴിക്കാം. അപ്പൊ ഇനി നമ്മൾ കാണുന്നത് പുറത്തുനിന്നായിരിക്കും. പുറത്ത് പോയിട്ട് നമ്മൾ അടിപൊളി വെറൈറ്റീസ് ആണ് ഇനി കഴിക്കാൻ പോകുന്നത്. അപ്പൊ അതിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യാം. ഞങ്ങൾ വെയിറ്റിംഗ് ആണ്. നമ്മൾ ഐസ്ക്രീം ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ഹലീം മോളിൽ വന്നതാണ് കേട്ടോ. അപ്പൊ നമ്മള് പിന്നിൽ കാണുന്ന ഐബാക്കോ ഐബാക്കോന്നാണ് നമ്മള് ലഞ്ച് കഴിക്കാൻ പോകുന്നത്. ഐസ്ക്രീം വെച്ചിട്ടുള്ള ഒരു വെറൈറ്റി സംഭവം അവിടെ ഉണ്ട്. അതാണ് അപ്പൊ നമ്മളിന്ന് കഴിക്കാൻ പോകുന്നത്. അപ്പൊ അവിടെ നിന്ന് വാങ്ങിച്ചിട്ട് നമുക്ക് ഫുഡ് കോർട്ടിൽ ഇരുന്നിട്ട് കഴിക്കാം. അപ്പൊ എന്താന്നൊക്കെ കാണിച്ചു തരാം. അപ്പോൾ നമ്മളിപ്പോൾ കാണിച്ചു തന്ന പോലത്തുള്ള ഐസ്ക്രീം കേക്ക്സ് ആണ് കേട്ടോ നമ്മൾ ഇവിടുന്ന് കഴിക്കാൻ പോകുന്നത്. നമ്മൾ ഇതുവരെ ഐസ്ക്രീം കേക്ക് ട്രൈ ചെയ്തിട്ടില്ല. അപ്പോൾ അത് ട്രൈ ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഒരു 15 മിനിറ്റ് സമയം എടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. കുറേ വെറൈറ്റി ഐസ്ക്രീംസ് ഉണ്ട് കേട്ടോ. നമ്മൾ പിന്നെ ഐസ്ക്രീം കേക്കാണ് സെലക്ട് ചെയ്യുന്നത്. അതൊരു വെറൈറ്റി അല്ലേ എന്ന് വിചാരിച്ചിട്ട്. ഇവിടെ പിന്നെ മോച്ച ഫഡ്ജ്, വൈറ്റ് ചോക്കോ, റാസ്ബെറി, സ്ട്രോബെറി, ഇറ്റാലിയൻ വണ്ടർ, കാലിഫോർണിയൻ പിസ്താഷ്യോ, സ്വിസ് ചോക്ലേറ്റ്, അങ്ങനെ കുറേ ഐസ്ക്രീംസ് ഉണ്ട് കേട്ടോ. പല കളറിൽ നമ്മൾ ട്രൈ ചെയ്തതിനെക്കാട്ടി കൂടുതൽ വെറൈറ്റീസ് ഇവിടെ ഉണ്ട്. ഇതാണ് നമ്മുടെ ഐസ്ക്രീം കേക്ക്. നമ്മൾ ഇത്രയും നേരം പറഞ്ഞ നമ്മുടെ ലഞ്ചിന്റെ വെറൈറ്റി ആണ് ഇത്. നമ്മൾ ഇതിന് മുന്നേ ഇതുവരെ കഴിച്ചിട്ടില്ല കേട്ടോ. ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. കാണുന്നതും ആദ്യമായിട്ടാണ്. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള ഫ്ലേവർ മാംഗോ ഇറ്റാലിയൻ ഫിയസ്റ്റ എന്നുള്ള ഫ്ലേവറാണ്. അപ്പോൾ ഒരു 20 മിനിറ്റ് മെൽറ്റ് ആവാനൊക്കെ വെച്ചിട്ടാണ് ഇത് നമ്മൾ സെർവ് ചെയ്യാം കേട്ടോ. ഒരു 2 മിനിറ്റും കൂടി എടുക്കും ഇതൊന്ന് ഫുള്ള് സെറ്റ് ആവാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മൾ കഴിക്കും. അപ്പോൾ ഈ സാധനം ഏകദേശം സെറ്റ് ആയിട്ട് ഇത് നമുക്ക് കട്ട് ചെയ്ത് കഴിച്ചു നോക്കാം. അപ്പോൾ ഇതാണ് നമ്മളെ ഐസ്ക്രീം കേക്ക്. ഇത് നല്ല തിക്കായിട്ടുള്ള ഐസ്ക്രീം ആയിട്ടോ. നല്ല ഹാർഡായിട്ടുണ്ട്. കുറച്ചുകൂടെ കഴിഞ്ഞാൽ അത് മെൽറ്റ് ആവും. മാംഗോ ഫ്ലേവർ ആണ്. മാംഗോയും ഉണ്ട്, പിന്നെ വാനിലാണ് തോന്നുന്നത്. 2 ലെയറാണ്. 3 ലെയറായിട്ടാണ്. അപ്പം അതിൻ്റെ പുറത്ത് നമ്മളെ നട്ട്സിൻ്റെ ഒരു ഡെക്കറേഷൻ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് കഴിച്ചു നോക്കണം എന്താ ടേസ്റ്റ് വരുന്നത്. ഒരു പീസും കൂടി കട്ട് ചെയ്തെടുക്കാം. നല്ലോണം വിശക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. നല്ല സ്മെല്ലൊക്കെ. പ്യുവർ മാംഗോയുടെ ഫ്ലേവർ. ഭയങ്കര ക്രീമിയാണ്. ഭയങ്കര ടേസ്റ്റ് കേട്ടോ. ഇതിൻ്റെ അടിയിൽ ഒരു കേക്കിൻ്റെ ലെയർ കൂടി ഉണ്ട്. അതും ഈ മാംഗോൻ്റെ ലെയറും വാനിലേൻ്റെ ലെയറും കൂടി ടേസ്റ്റ് ചെയ്തു. എനിക്ക് ഈ നട്ട്സ് ഉള്ളതുകൊണ്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു. നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ. ഫസ്റ്റ് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ കേക്ക് തന്നെ ഫീൽ ചെയ്യും. പക്ഷേ ഐസ്ക്രീമാണ്. ഈ 2 ഫ്ലേവർ ഐസ്ക്രീമിൻ്റെ കൂടെ ഒരു ചെറിയ ലെയറിൽ കേക്ക് ഉണ്ട് കേട്ടോ. അതിന് കൂടെ ഈ നട്ട്സിലെന്ന് പറയാൻ കാഷ്യൂസ് ഉണ്ട്, ബദാം ഉണ്ട്, പിസ്താഷ്യൂ ഉണ്ട്. ഭയങ്കര ടേസ്റ്റ് ഉണ്ട്. എല്ലാം കൂടി വരുന്ന സമയത്ത് നല്ല എമ്മയാണ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ മേലെ വിപ്പിംഗ് ക്രീമും ഉണ്ട് കുറച്ച്. നല്ല വിശപ്പുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് നിർത്താൻ പറ്റുന്നില്ല. അപ്പോൾ
അപ്പോൾ നമ്മുടെ ഹൈലൈറ്റ് മോളിൽ ഹൈബാക്കോട് വന്നാൽ നിങ്ങൾക്ക് ഈ ഒരു വെറൈറ്റി കേക്ക് ഈ ഒരു ഐസ്ക്രീമിന്റെ വെറൈറ്റി കഴിക്കാം. അപ്പോൾ ഗൈസ് നമ്മുടെ ലഞ്ച് നല്ല ഫില്ലിംഗ് ആണ്, നല്ല ടേസ്റ്റിയാണ്. ഇപ്പോൾ നമുക്ക് നമ്മുടെ ക്യാമറാമാന് വേണ്ടിയിട്ട് ഒരു പീസ് കട്ട് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഐസ്ക്രീം കേക്ക് ഏകദേശം സ്ട്രക്ചറൊക്കെ ഒന്ന് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നേരത്തെ തന്നെ നല്ലോണം മുറിക്കാനൊക്കെ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഞങ്ങളെ ലഞ്ച്. ഇനി നമുക്കിത് ഫിനിഷ് ചെയ്തിട്ട് കാണാം. അപ്പോൾ ഗൈസ് നമ്മുടെ ലഞ്ച് തീർന്നു. നമ്മളിത് ഹൈലൈറ്റ് മോൾ ഹൈബാക്കോന്നാണ് നമ്മളിത് കഴിച്ചത്. നമ്മളിത് പെയ്ഡ് പ്രൊമോഷൻ ഒന്നല്ല കേട്ടോ, നമ്മൾ ഇതിന്റെ മുന്നേ വന്ന് ട്രൈ ചെയ്തപ്പോൾ നമുക്ക് ഇഷ്ടമായി. അതുകൊണ്ട് നമ്മൾ ഐസ്ക്രീം കേക്ക് കഴിക്കണം കുറേ ആയിരുന്നു വിചാരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ചാലഞ്ച് ചെയ്യുന്നതുകൊണ്ട് നമ്മളിവിടെ ഒന്ന് ട്രൈ ചെയ്തെന്നുള്ളൂ, അല്ലാതെ പെയ്ഡ് പ്രൊമോഷൻ ഒന്നുമല്ല. എന്തായാലും മസ്റ്റ് ട്രൈ ആണ്. നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള നല്ല ക്രീമി ആയിട്ടുള്ള കേക്ക്. അടിപൊളി ലഞ്ച്. ഹൈലൈറ്റിൽ വരുന്നവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തു, മസ്റ്റ് ട്രൈ ആണ്. അപ്പോൾ നമുക്കിനി ഈവനിങ് സ്നാക്കിന് കാണാം. അപ്പൊ ഗൈസ് നമ്മള് ലഞ്ചൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി കുറച്ചു നേരം കഴിഞ്ഞിട്ട് നമ്മൾ ഈവനിങ് ടൈം ആയിട്ടുണ്ട്, ഐസ്ക്രീം കഴിക്കാനുള്ള സമയമായിട്ടുണ്ട്. നമ്മളെ ലഞ്ച് ഭയങ്കര ഹെവി ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈവനിങ് കുറച്ച് ലൈറ്റ് ആക്കിയിട്ട് കഴിക്കാൻ ഭയങ്കര ലൈറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മളിപ്പോ ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത് നല്ല സിമ്പിൾ 3 ഐസ്ക്രീംസ് ആണ് കേട്ടോ. ഇതാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് ബാസ്കിൻ റോബിൻസിന്റെ ഒരു മിസിസിപ്പി മഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ്. ഞാൻ മഡ്ക കുൽഫി ആട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായത്, അതുകൊണ്ട് ഞാൻ ഇതാണ് സെലക്ട്. ഇത് മെറിബോയിന്റെ പിസ്ത ഐസ്ക്രീം ആട്ടോ. സാധാരണ നമ്മളെ നോർമൽ ഐസ്ക്രീംസ് ആണ് നമ്മളിപ്പോ എടുത്തിട്ടുള്ളത്, കാരണം ഉച്ചയ്ക്ക് ഭയങ്കര ഹെവി ആയിരുന്നു. പിന്നെ നമ്മൾ അതിന്റെ മുന്നേ മോർണിംഗ് കഴിഞ്ഞിട്ട് പിന്നെ ചെറിയൊരു സമയത്ത് നമ്മൾ കുറെ ഐസ്ക്രീംസ് കഴിച്ച്. പിന്നെ ഐസ്ക്രീം ഒക്കെ നമ്മൾ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും, നല്ല ഫീലിംഗ് ആയിരിക്കും. പക്ഷെ കുറച്ച് കഴിഞ്ഞ് അപ്പൊ തന്നെ വിശക്കാൻ തുടങ്ങും. അതാണ് അതിന്റെ കുറച്ച് നേരം അതിന്റെ ഒരു ഫീലിംഗ് ഒക്കെ ഉണ്ടാവുള്ളൂ. കുറച്ച് കഴിഞ്ഞ അപ്പം തന്നെ വിശക്കാനൊക്കെ തുടങ്ങും. ഈ നോമ്പൊക്കെ നോറ്റൊരു ഫീൽ ആയിരുന്നു കേട്ടോ. പിന്നെ വീട്ടിൽ ആരും ഇങ്ങനെ ട്രൈ ചെയ്യരുത് കേട്ടോ, കാരണം കുറെ ഐസ്ക്രീംസ് ഒറ്റയടിക്ക് അങ്ങനെ കഴിക്കുന്ന സമയത്ത് ഭയങ്കര അൺഹെൽത്തിയാണ്. ഇത് നമുക്ക് ഇങ്ങനെ കുറെ റിക്വസ്റ്റ് വരും, ഓരോരോ ചാലഞ്ചസ് നമ്മൾ വൺ ഡേ ചെയ്യുന്ന സമയത്ത് ഐസ്ക്രീമിന്റെ കൂടി ചെയ്യുമോന്ന് പറഞ്ഞിട്ട് കുറെ റിക്വസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ട്രൈ ചെയ്ത് നോക്കാന്ന് വിചാരിച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കിയാണ്. ആരും വീട്ടിലൊന്നും ഇത്രയും കഴിക്കരുത്. അപ്പൊ നമുക്ക് ഇനി ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് ഭയങ്കര ഡാർക്കാ, മിസിസിപ്പി മഡ് എന്ന അതിന്റെ പേര്. അതിനനുസരിച്ച് ഭയങ്കര ഡാർക്കാ. ഈ കുൽഫി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിലിടയ്ക്ക് മറ്റേ സ്പോഞ്ച് കേക്ക് ഇല്ലേ, അതിന്റെ പീസസും ഉണ്ടെന്ന് തോന്നുന്നു. ഇനി ഞങ്ങൾ ഫ്രിഡ്ജിൽ നമ്മളെ ഈ ആഡിലൊക്കെ കാണുന്ന പോലത്തെ ഫ്രിഡ്ജാണ് കഴിച്ചത്. ഞങ്ങളെ വീട്ടിലെടുക്കുന്നത് നല്ല രസമാണ്. തുറക്കുന്നു എടുക്കുന്നു കഴിക്കുന്നു. പിന്നെ ഇത് വേസ്റ്റ് ഒന്നും ആവുമൊന്നുമില്ല കേട്ടോ, കാരണം കുറെ കുട്ടിപ്പട്ടാളങ്ങൾക്ക് കൊടുക്കാനുണ്ട്. അപ്പൊ വേസ്റ്റ് ഒന്നും ആവില്ല. കൂടി നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ തീരെയാണ്. ഞങ്ങൾക്ക് നൈറ്റ് പിന്നെ കാണിക്കാൻ പറ്റില്ല, കാര്യം 3 പേരും 3 വീട്ടിലുള്ളതുകൊണ്ട്. നമ്മൾ എപ്പോഴും പറയാനുള്ളത് നൈറ്റ് കഴിക്കാൻ നമ്മൾ 1 ഡേ ആണ് ചെയ്യല് കേട്ടോ. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐസ്ക്രീംസ് ഏതൊക്കെയാന്ന് വെച്ചാൽ എന്തായാലും കമന്റ് ചെയ്യുക. ഞങ്ങളെ ഫേവറേറ്റ് എനിക്ക് ഫേവറേറ്റ് ആ ഐസ്ക്രീം കേക്ക് ആയിരുന്നു കേട്ടോ. ഇതുവരെ ഞങ്ങൾ കഴിക്കാത്ത ഒരു സാധനമാണ്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്താന്നുള്ള നേരെ കമന്റ് ചെയ്യുക. അപ്പൊ ഈ ഐസ്ക്രീംസോട് കൂടി നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ തീരെയാണ്. പിന്നെ വിനോമിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, വേണ്ടവരൊക്കെ കയറി ചെക്ക് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത്, ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായങ്ങളൊക്കെ നേരെ കമന്റ് ബോക്സിൽ പറയാം. അപ്പൊ മറ്റൊരു നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരും. അതുപോലെ this is ശ്രീലക്ഷ്മി, this is Shamya, this is Sanjita. signing off.